എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ താരം നല്ല നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. നമ്മൾ മലയാളീസിനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടന്നാലോ. ഞാനിവിടെ 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങനീര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇവയെല്ലാം ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാത്രം ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാള അരിഞ്ഞതാണ്. ഇതൊരു 4 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും നാടൻ കറിക്ക് കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത്. എനിക്കിവിടെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിവിടെ സവാള എടുക്കുന്നേ ഉള്ളൂ. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 8 പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഇവയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നാടൻ രീതിയിലുള്ള കറി എന്ന് പറയുമ്പോൾ വിറകടുപ്പിലും അതുപോലെ കറിച്ചട്ടിയിലൊക്കെ വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. എനിക്കിവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ചിക്കനും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിരിപ്പുണ്ട്. ഇനി ഈ സവാളയും മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കനിൽ മസാലകൾ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും. 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കുക. എന്നാൽ മാത്രമേ മസാലകൾ അതിൽ പിടിച്ച് കിട്ടൂ. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം മിക്സായി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയുടെ പേസ്റ്റാണ് ചേർക്കേണ്ടത്. 2 വലിയ തക്കാളി ഞാൻ മിക്സിയിൽ ഇതുപോലെ അരച്ച് വെച്ചേക്കുകയാണ്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അതും കൂടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തക്കാളി അരിഞ്ഞ് ചേർക്കുന്നതിനേയും കാട്ടി ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഗ്രേവിക്ക് കട്ടി കൂടാനും അതുപോലെ ടേസ്റ്റ് കൂടാനും ഇതാണ് നല്ലത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളിയുടെ പേസ്റ്റും ചിക്കനും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. രണ്ട് 3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയൊക്കെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കുക. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
കറിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ചിക്കനൊക്കെ വെന്ത് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കിത് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കുക. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇവിടെ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പരുവത്തിലാണ് കറിയാക്കുന്നത്. അങ്ങനെ നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ കറിയുടെ ടേസ്റ്റ് ഒന്നും ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലേ. നല്ല ചൂട് ചോറോ കപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് കഴിക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.